മസാല. വെൽക്കം ടു ഹണീസ് ട്രാവലർ. ഇന്ന് രാവിലെ എണീച്ച് വെച്ചൊക്കെ ചേർത്ത് കഴിഞ്ഞ് വന്ന് നമുക്ക് ചൂട് ചായ കിട്ടിയിട്ട് അപ്പൊ നമുക്ക് ഇതൊക്കെ കുടിക്കുവാണ്. ഇന്ന് നമ്മള് ട്രിപ്സ് ഒക്കെ തുടങ്ങും. എന്താണ് നമ്മൾ ചായ കൊടുത്തിട്ട് താഴെ ഫുഡ് കിട്ടുന്നു. നമ്മളുടെ താഴെയല്ലേ, മേലെ ഫുഡ് കിട്ടുന്ന മസാലയുണ്ട്. അവിടെ പോയി ഫുഡ് തിന്നും. എന്നിട്ട് ട്രിപ്സിലോട്ട് പോകും. എന്തായാലും നമുക്ക് ചായ കുടിക്കാം. പിന്നെ ഒരു കാര്യം പറയാൻ വന്നു. ഇന്ന് രാവിലെ ഇപ്പം 5 ഡിഗ്രിയാണ് തണുപ്പ്. നമ്മൾ ഫ്രീസറിന്റെ ഉള്ളിലിരിക്കണം. ഗായ്സ്, അപ്പം ബ്രേക്ക്ഫാസ്റ്റ് റൂമിൽ സെർവ് ആയിട്ടുണ്ട്. ഇന്ന് നമ്മളെ ബ്രേക്ക്ഫാസ്റ്റ് ആണ് ബ്രെഡ്, ചീസ് ഓംലെറ്റ് വിത്ത് സ്ലൈസ്, ആലു പരാട്ട, आलू प्याज पराठा, and അച്ചാർ. നമുക്ക് ഇത് എങ്ങനെ അത് വേണ്ട. ഇനി നമുക്ക് കഴിച്ചിട്ട് റെഡിയായി ഇനി കഴിച്ചിട്ട് ഇറങ്ങാൻ പോകുന്നതാണ്. നമ്മളെ ടാക്സി ഡ്രൈവർ വന്ന് റെഡി ആയി നിൽപ്പുണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ഇറങ്ങാം അല്ലേ ഹനി? കൊള്ളാമോ? എന്നാൽ ശരി, എന്നാൽ കുഞ്ഞിൻ്റെ ആലു പറാത്ത കഴിച്ചു അത് തരാം. ഓക്കെ, എല്ലാവർക്കും നമസ്കാരം. ഹനീസ് ട്രാവലോഗിൻ്റെ ധർമ്മശാല കാഴ്ചകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞ മാതിരി ഞങ്ങൾ ഇന്നലെ വൈകിട്ട് ധർമ്മശാലയിലെത്തി. ഇന്ന് രാവിലെ ഇപ്പോൾ ധർമ്മശാല എക്സ്പ്ലോർ ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ മക്ലോഡ്ഗഞ്ചിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇന്നലെ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, നമ്മളിവിടെ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ടാക്സി ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഓൾറെഡി. നമ്മുടെ വണ്ടിയെടുത്ത് പോകുന്നത് കുറച്ച് ബുദ്ധിമുട്ടാണെന്നാണ് എല്ലാവരും പറഞ്ഞത്. അത് കാരണം ടാക്സി ബുക്ക് ചെയ്തു. അപ്പം ഞങ്ങളുടെ ഡ്രൈവർ അതെ വണ്ടിയുമായിട്ട് 9 മണിയാകുമ്പോഴത്തേക്ക് തന്നെ വന്നിട്ടുണ്ട്. നമ്മൾ ആദ്യം പോകുന്നത് ഇവിടെ ധർമ്മശാലയിലുള്ള ടീ ഗാർഡൻ കാണാനാണ്. അപ്പം ഞങ്ങളുടെ ഹോട്ടലിൽ നിന്ന് 3.5 കിലോമീറ്ററാണ് ടീ ഗാർഡനിലേക്കുള്ള ദൂരം. നഗരക്കോട്ട എന്ന് പറഞ്ഞ സ്ഥലത്താണ് ടീ ഗാർഡൻ സ്ഥിതി ചെയ്യുന്നത്. രാവിലെ 9 മണിയാണ് സമയം. അപ്പോൾ കുറച്ച് അത്യാവശ്യത്തിന് നല്ല തണുപ്പുണ്ട്. 5 ഡിഗ്രി 6 ഡിഗ്രിയൊക്കെയാണ് ടെമ്പറേച്ചർ കാണിക്കുന്നത്. അപ്പോൾ രാവിലെ തന്നെ സൈക്കിൾ മാരത്തണിൻ്റെ ഭാഗമായിട്ട് ആൾക്കാർ സൈക്ലിംഗ് ചെയ്യുന്നുണ്ട്. സൂര്യൻ ഉദിച്ച് വരുന്നതേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾക്ക് നല്ലൊരു സൺറൈസൊക്കെ കാണാൻ പറ്റി. നമ്മളെന്തായാലും ടീ ഗാർഡൻ്റെ അടുത്തെത്തിയിട്ടുണ്ട്. ഇത് നമ്മൾ മൂന്നാറിലും ഊട്ടിയിലൊക്കെ കാണുന്ന പോലെ ഇങ്ങനെ തട്ടായിട്ട് കൃഷി ചെയ്യുന്ന രീതിയാണ് ഇവിടെ തേയില. പക്ഷെ നമ്മളിപ്പോൾ നോർത്ത് ഈസ്റ്റിൽ പോവുകയാണെങ്കിൽ, അതായത് വെസ്റ്റ് ബംഗാളിലും ആസാമിലൊക്കെ ഇങ്ങനെ നിരപ്പായ സ്ഥലത്താണ് തേയില കൃഷി ചെയ്തിട്ടുണ്ടാവുക. അപ്പം ഞാൻ നേപ്പാൾ ആസാമിലത്തെയും മൂന്നാറത്തെയൊക്കെ തേയിലത്തോട്ടം കാണുമ്പോൾ എനിക്ക് തോന്നുന്നു മൂന്നാറിലത്തൊക്കെ ആയിട്ട് കുറച്ച് സിമിലാരിറ്റി ഉണ്ട്. ഇവിടെ ഹിമാലയൻ ബ്രൂ എന്ന് പറഞ്ഞിട്ടൊരു ടീ കമ്പനി ഉണ്ട്. അപ്പോൾ അവരുടെ ടീ ഗാർഡനിലാണ് ഇപ്പോൾ നമ്മൾ വന്നിരിക്കുന്നത്. നല്ല ഭംഗിയുള്ള വ്യൂ ആണ് നമ്മൾ വണ്ടിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ നമുക്ക് ഈ ടീ ഗാർഡൻ സമ്മാനിക്കുന്നത്. ഇത് ആക്ച്വലി ഹിമാലയത്തിലെ ലെസ്സർ ഹിമാലയാസിൻ്റെ ദോലുദർ മൗണ്ടെയിൻ റേഞ്ചിൻ്റെ താഴെയായിട്ടാണ് ഈ ടീ ഗാർഡൻ വരുന്നത്. അപ്പോൾ നമ്മൾ കണ്ട മലനിരകളെന്ന് പറയുന്നത് ലെസ്സർ ഹിമാലയാസിൽ വരുന്ന ദാലുദർ മൗണ്ടെയിൻ റേഞ്ചാണ്. അപ്പം ഇത് ആക്ച്വലി ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്. ഹിമാലയൻ ബ്രൂ എന്ന് പറഞ്ഞ ടീ മാനുഫാക്ചറിങ് കമ്പനിയുടെ പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ് ഈ ടീ ഗാർഡൻ നമ്മൾ കാണുന്നത്. പക്ഷേ ഇവർ നമുക്ക് ഇതിനകത്ത് കൂടി നടക്കാനുള്ള പെർമിഷനൊക്കെ തരും. അതിന് വേണ്ടിയിട്ട് സ്പെഷ്യൽ എൻട്രി ഫീസൊന്നുമില്ല. പിന്നെ ഇവിടെ അവരുടെ ഫാക്ടറിയുടെ ഒരു ഔട്ട്ലെറ്റ് ഉണ്ട്. ആക്ച്വലി ഇവരുടെ ടീ ഫാക്ടറി ഉള്ളത് പാലംപൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. പാലംപൂർ എന്ന് പറയുമ്പോൾ ധർമ്മശാലയിൽ നിന്ന് 35 കിലോമീറ്റർ ദൂരമുണ്ട്. അപ്പോൾ അത് അവിടെ ആ 35 കിലോമീറ്റർ ട്രാവൽ ചെയ്യാൻ വേണ്ടി 1 hour കൂടുതലെടുക്കും. അതുകൊണ്ട് പിന്നെ ഞങ്ങൾ അങ്ങോട്ട് പോയില്ല. അപ്പോൾ ഹനി ഇതുവരെയും ടീ ഗാർഡൻ കണ്ടിട്ടില്ലായിരുന്നു. ഞങ്ങളാണെങ്കിൽ മൂന്നാറിലും വെസ്റ്റ് ബംഗാളിലൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഹനീനെ ടീ ഗാർഡൻ കാണിക്കാമെന്നും പറഞ്ഞിട്ടാണ് വന്നത്. അപ്പോൾ ഇത് ഓൾറെഡി ഇതിൻ്റെ കൊളുന്തൊക്കെ നുള്ളിയതാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ ഡാർക്ക് ഗ്രീൻ കളറിലിരിക്കുന്നത്. അപ്പോൾ കുറച്ചും കൂടി ലൈറ്റ് ഗ്രീനിഷ് കളർ കൊളുന്ത് നുള്ളുന്നതിന് മുമ്പേയൊക്കെ ആയിരുന്നെങ്കിൽ ഇത്രയും കൂടി ഭംഗി ഉണ്ടായിരുന്നു തോന്നുന്നു. ഇതിങ്ങനെ കുറേ ദൂരത്തോളം വ്യാപിച്ച് കിടക്കുന്നുണ്ട് കേട്ടോ ഈ ടീ പ്ലാന്റേഷൻ എന്ന് പറയുന്നത്. ആക്ച്വലി ഇവർ 150 വർഷത്തിൽ കൂടുതലായിട്ട് ഈ
ആണ് ഈ ടീ കമ്പനി തുടങ്ങിയിട്ട് 150 വർഷത്തിൽ കൂടുതലായി, ഹിമാലയൻ ബ്രൂ എന്ന് പറയുന്നത്. അപ്പോൾ ഇവർക്ക് ഇപ്പോൾ ഇവിടെ ഇത്രയും ഏരിയയിൽ ഈ ടീ പ്ലാന്റേഷൻ ഉണ്ട്. ഇത് കൂടാണ്ട് പാലംപൂരിലും ഇതിൽ കൂടുതലായിട്ട് നിറയെ ടീ പ്ലാന്റേഷൻ ഉണ്ടെന്നാണ് ഞങ്ങൾ ചോദിച്ചപ്പോൾ അറിയാൻ സാധിച്ചത്. ഇത് രാവിലെ തന്നെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നേ. അപ്പോൾ ഞങ്ങളിവിടെ ചോദിച്ചപ്പോൾ ആൾക്കാർ കൂടുതലും സൺസെറ്റ് വ്യൂ കാണാൻ വേണ്ടിയിട്ടാണ് ഇവിടെ വരുന്നതെന്നാണ് പറയുന്നത്. നോക്കൂ, ഇത്രയും ദൂരത്തിൽ റോഡിൻ്റെ 2 സൈഡിലുമായിട്ട് താഴെ വരെ ടീ പ്ലാന്റേഷനാണ്. ഇവിടെ താഴോട്ടത് ആ റോഡിൻ്റെ അപ്പുറത്തെ സൈഡും ഒക്കെ ഞാൻ തിരിച്ചു പോവാം, എല്ലാം സെയിം അല്ലേ. ടീകാട് മലയിലാണ്, മൂന്നാർ മാതിരി തന്നെ. ആശിമാരയിലെത്തിയും ആസാമിലെയും പോലെ നിരപ്പായ സ്ഥലത്തല്ല, മൂന്നാറിലും പൊക്കത്തില്ല. ആശിമാരയിലൊക്കെ തറയിലല്ലേ, ആശിമാരയിലും ആസാമിലും. ഇനി നേരെ നടക്ക്, കല്ലിൻ്റെ മുളിക്കാറാണ്ട്. ഇതാ കൊളുന്തുന്ന ഉള്ളി, അതിൻ്റെ സീസൺ കഴിഞ്ഞു പോകും. അല്ലെങ്കിൽ നല്ല പച്ചപ്പ് ഉണ്ടാവുക. അങ്ങോട്ട് കിട്ടില്ല, ബ്ലാക്ക് ആയിട്ട്. ഇത് ഫാക്ടറി ഔട്ട്ലെറ്റാ. ഇത് ഫാക്ടറി ഉണ്ടാവണ്ടേ? അപ്പം ഫാക്ടറി എവിടെയാന്ന് ഇവരോട് ചോദിച്ചു നോക്കാം. ആ, ഇത് ഫാക്ടറി ഔട്ട്ലെറ്റാണ്. ഹനി സൂക്ഷിച്ചിറങ്ങണ്ണ, ഹെൽപ്പ് ചെയ്. ചൂടെടുക്കുന്നുണ്ടല്ലേ? ചോദിച്ചു നോക്കാം. ആൾക്കാർ ഫാക്ടറി പോയ ഫോട്ടോസൊക്കെ ഞാൻ കണ്ടായിരുന്നു. അങ്ങോട്ട് മുകളിലോട്ടുണ്ടോ ആ സൈഡുള്ളത്. നല്ല രസമായിരുന്നു അതിൻ്റെ ഇടയിൽ കൂടി ഇങ്ങനെ നടക്കാൻ വേണ്ടിയിട്ട്. വേറെ ആൾക്കാരും ഇല്ലായിരുന്നു, ടൂറിസ്റ്റ് ഒന്നും ഇല്ലാത്ത കാരണം നല്ലൊരു പീസ്ഫുൾ അറ്റ്മോസ്ഫിയർ ആയിരുന്നു രാവിലെ തന്നെ. അപ്പോൾ എന്തായാലും അതൊരു നല്ല എക്സ്പീരിയൻസ് ആയി ഞങ്ങൾക്ക്. അപ്പം ഞാൻ പറഞ്ഞല്ലോ, ആൾക്കാർ കൂടുതലും വൈകിട്ടാണ് വരാമെന്ന്. ഇവിടെ നിന്നുള്ള സൺസെറ്റ് വ്യൂ നല്ലതാണ്, അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവിടെ ഇവരുടെ ഒരു ഔട്ട്ലെറ്റ് ഉണ്ടെന്ന് പറഞ്ഞില്ല, അപ്പോൾ അവിടെ എന്തൊക്കെയാണ് കിട്ടുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇത് സ്ഥലം ആക്ച്വലി കാംഗ്ര വാലിയാണ്. അപ്പോൾ കാംഗ്ര എന്നുള്ള സ്ഥലമാണ് ധോലുധാർ മൗണ്ടെയിൻ റേഞ്ചിൻ്റെ വാലിയായ കാംഗ്ര വാലിയിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ ഈ കാംഗ്ര വാലിയിൽ തന്നെയാണ് ഈ ടീ പ്ലാന്റേഷൻ സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഇവരുടെ തന്നെ പ്രൊഡക്ഷനിലുള്ള ഐസ്ക്രീംസ് ഉണ്ട്, പിന്നെ കൊമ്പൂച്ച ഉണ്ട്, പിന്നെ ഡിഫറെൻറ്റ് ഫ്ലേവേർഡ് ടീ ഉണ്ട്. ഗ്രീൻ ടീ തന്നെ കുറേ ടൈപ്പ് ഉണ്ട്. അപ്പോൾ ഇവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന എല്ലാ സാധനങ്ങളുടെയും സാമ്പിൾ ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കത് നോക്കിയിട്ട് ഏതാ വേണ്ടതെന്ന് വെച്ചാൽ വാങ്ങിക്കാം. ടീ ടേസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട്. അപ്പോൾ ഞങ്ങളായിരുന്നു അന്നത്തെ അവരുടെ ആദ്യത്തെ കസ്റ്റമർ. അപ്പോൾ 9 മണിക്കാണ് തുറക്കുക, 9 to 6 ആണ് ഇവരുടെ ടൈം ഇവിടുത്തെ ഈ ടീ പ്ലാന്റേഷനിൽ. ഞങ്ങളാണ് ഇന്നത്തെ ആദ്യത്തെ വിസിറ്റ്. എൻ്റെ ഫോട്ടോ ഉണ്ട് ഇവിടെ. അതെല്ലാം കാർഡമം ടീ, റോസ് ടീ, സ്പെഷ്യൽ എലൈച്ചി മിൻറ്റ് മുലേത്തി ഗ്രീൻ ടീ ആണത്. കാംഗ്ര സ്പെഷ്യൽ ഹെർബൽ ടീ, നോർമൽ ടീ പൗഡർ. കാണിച്ചേ. കാംഗ്ര ദർബാർ പ്രീമിയം ടീ. എത്ര രൂപയാണ്? 500 ഗ്രാം. 310. 500 ഗ്രാം അല്ലേ? കോഫി പൗഡർ അല്ല, ടീ പൗഡർ. മഞ്ചു പോവാം. ഇനി അടുത്ത ക്രിക്കറ്റ് സ്റ്റേഡിയം അല്ലേ? ബാ ശരി. അപ്പം ഞങ്ങൾ ടീ പ്ലാന്റേഷനൊക്കെ കണ്ടിട്ട് ഇനി അടുത്ത ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും സീനിക്കായ ക്രിക്കറ്റ് സ്റ്റേഡിയമായ ഹിമാചൽ പ്രദേശ് ക്രിക്കറ്റ് അസോസിയേഷൻ്റെ ധരംശാല ക്രിക്കറ്റ് സ്റ്റേഡിയം കാണാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. അപ്പം നമ്മൾ ഈ ധരംശാലയിലേക്ക് വരുന്ന വഴി തന്നെ ഇന്ത്യയുടെ യൂത്ത് അഫയേഴ്സ് ആൻഡ് സ്പോർട്സ് മിനിസ്റ്ററുടെ ഫോട്ടോ വെച്ചിട്ട് വെൽക്കം ടു ദ മോസ്റ്റ് സീനിക് ക്രിക്കറ്റ് സ്റ്റേഡിയം ഇൻ ദ വേൾഡ് എന്ന് പറഞ്ഞിട്ടൊരു കുറേ ഫ്ലെക്സ് ബോർഡ്സ് കണ്ടിട്ടുണ്ടായിരുന്നില്ലേ? അപ്പോൾ ആ ക്രിക്കറ്റ് സ്റ്റേഡിയം കാണാൻ വേണ്ടിയിട്ടാണ് ഇതേ ഞങ്ങളിപ്പോൾ വന്നിരിക്കുന്നത്. 3.9 കിലോമീറ്ററാണ് നമ്മളിപ്പോൾ പോയ ടീ ഗാർഡൻ എന്ന ഹിമാചൽ പ്രദേശ് ക്രിക്കറ്റ് അസോസിയേഷൻ്റെ ഈ ധരംശാല സ്റ്റേഡിയത്തിലേക്കുള്ളത്. അപ്പോൾ ഇവിടെ റെഗുലറായിട്ട് എല്ലാ ദിവസങ്ങളിലും നോൺ മാച്ച് ഡേയ്സിൽ വിസിറ്റേഴ്സിന് അലോ ചെയ്യുന്നുണ്ട്.
അപ്പോൾ ഇവിടെ ഒരു വലിയ പാർക്കിംഗ് സ്പേസ് ഒക്കെ ഉണ്ട്. നമുക്ക് അവിടെ വണ്ടി പാർക്ക് ചെയ്തിട്ട് മുമ്പോട്ട് നടന്ന് ഇവിടുത്തെ ഗേറ്റിൽ കൂടെ എൻട്രി ചെയ്യാം. ഈ റോട്ടിൽ കൂടെയാണ് നമ്മൾ നടന്ന് പോകേണ്ടത് ഗേറ്റിലേക്ക്. ഇതാണ് പാർക്കിംഗ് ഗ്രൗണ്ട്. അപ്പോൾ ഡ്രൈവർ ഞങ്ങളെ ഇവിടെ ഡ്രോപ്പ് ചെയ്തിട്ട് അദ്ദേഹം വണ്ടി പാർക്ക് ചെയ്തിട്ട് ഇവിടെ നിൽക്കണം. അപ്പോൾ നമുക്ക് ഇവിടുന്ന് തന്നെ സ്റ്റേഡിയത്തിൻ്റെ പവലിയനൊക്കെ കാണാം. അതിൻ്റെ പുറകിലത്തെ മൗണ്ടെയിൻ റേഞ്ചും കാണാം. അപ്പോൾ ലോകത്തിൽ തന്നെ ഇങ്ങനെ വിസിറ്റേഴ്സിന് അലോ ചെയ്യുന്ന 4 സ്റ്റേഡിയങ്ങളേ ഉള്ളൂ. അപ്പോൾ അതിൽ ഒന്നാണ് ലണ്ടനിലെ ലോർഡ്സിലെ ക്രിക്കറ്റ് സ്റ്റേഡിയം, പിന്നെ സിഡ്നിയിലുള്ള സിഡ്നി ക്രിക്കറ്റ് സ്റ്റേഡിയം, പിന്നെ ഓസ്ട്രേലിയയിൽ തന്നെയുള്ള മെൽബൺ ക്രിക്കറ്റ് ഗ്രൗണ്ട്. അതുകൂടാണ്ട് മുംബൈയിലെ വാങ്കഡെ സ്റ്റേഡിയത്തിൽ ഡെയിലി എൻട്രി ഇല്ലെങ്കിലും ഒക്കേഷണലായിട്ട് അവർ മ്യൂസിയം ആൻഡ് സ്റ്റേഡിയം ടൂർ നടത്താറുണ്ട്. പക്ഷേ ഇന്ത്യയിൽ ഡെയിലി ഇതേപോലെ വിസിറ്റേഴ്സിന് അലോ ചെയ്യുന്ന ഒരേ ഒരു ക്രിക്കറ്റ് സ്റ്റേഡിയം ഈ ഹിമാചൽ പ്രദേശ് ക്രിക്കറ്റ് അസോസിയേഷൻ്റെ ധരംശാല സ്റ്റേഡിയമാണ്. അപ്പോൾ ലോകത്തിലെ തന്നെ മോസ്റ്റ് സീനിക് ക്രിക്കറ്റ് സ്റ്റേഡിയം എന്നാണ് ഇത് അറിയപ്പെടുന്നത് തന്നെ. അത് കാരണം അത്രയും ഭംഗിയാണ് നമുക്ക് കാണാൻ. പോകുന്ന വഴിയിലൊക്കെ നിറയെ കടകളൊക്കെ ഉണ്ട്, പക്ഷെ അതൊന്നും തുറന്നിട്ടൊന്നുമില്ല. ഇനി മാച്ചുള്ള ദിവസങ്ങളിൽ മാത്രമായിരിക്കും തുറക്കാമെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് സ്റ്റേഡിയത്തിലേക്ക് എൻട്രി ചെയ്യാൻ വേണ്ടിയിട്ട് എൻട്രി ഫീസ് ഉണ്ട്. അപ്പോൾ ഇവിടുത്തെ എല്ലാ ഗേറ്റും ഇതേപോലെ വിസിറ്റേഴ്സ് എൻട്രിക്ക് വേണ്ടി ഓപ്പൺ അല്ല. ഈ ഒരു ഗേറ്റ് മാത്രമാണ് ഓപ്പൺ ആയിരിക്കുക. അതിൻ്റെ റൈറ്റ് സൈഡിലാണ് ടിക്കറ്റ് കൗണ്ടർ. 30 രൂപയാണ് ഇവിടെ ടിക്കറ്റ് റേറ്റ് വരുന്നത്. ഇവിടെയും നിങ്ങൾക്കൊരു വാലിഡ് ഡിഫൻസ് ഐ ഡി ഉണ്ടെങ്കിൽ എൻട്രി ഫ്രീ ആണ്. അപ്പോൾ ഞങ്ങൾ അകത്തേക്ക് കയറി. ഇപ്പം നല്ല ക്ലീനായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്ന ഒരു ക്രിക്കറ്റ് സ്റ്റേഡിയമാണ്. അതേപോലെ തന്നെ ഇപ്പോൾ നമ്മൾ അകത്ത് ചെന്നാൽ നമുക്ക് ഫീൽ ചെയ്യുന്നത് ആക്ച്വലി സ്റ്റാഫ്സൊക്കെ വളരെ ഫ്രണ്ട്ലിയാണ്. ഇപ്പോൾ ഹിമാചൽ പ്രദേശ് ക്രിക്കറ്റ് അസോസിയേഷൻ്റെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസും ഈ സ്റ്റേഡിയത്തിനകത്ത് തന്നെയാണ്. പിന്നെ ഒരു ക്ലീൻ വാഷ്റൂം ഉണ്ട്, അത് നമുക്ക് വിസിറ്റേഴ്സിനും യൂസ് ചെയ്യാം. അതിനൊന്നും റെസ്ട്രിക്ഷൻസ് ഒന്നുമില്ല. ഇതാ ഗ്രൗണ്ടിൻ്റെ ലേ ഔട്ടാണ് ഈ കാണുന്നത്. ഗ്രൗണ്ടിൻ്റെ മൊത്തത്തിലുള്ള ലേ ഔട്ട് ഈ ധരംശാല സ്റ്റേഡിയത്തിൻ്റെ ആക്ച്വലി. അപ്പോൾ നമുക്കതിനെക്കുറിച്ചൊരു ക്ലിയർ പിക്ചർ ഈ ലേ ഔട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കിട്ടും. അതേപോലെ നല്ല ഭംഗിയിൽ ചെടികളൊക്കെ വെച്ച് പിടിപ്പിച്ച് ബ്യൂട്ടിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്തുള്ള പാർക്കിംഗ് ഒബ്വിയസ്ലി ഇവിടുത്തെ സ്റ്റാഫ്സിന് വേണ്ടിയായിരിക്കുമല്ലോ. അങ്ങനെ ഞങ്ങൾ സ്റ്റേഡിയത്തിൻ്റെ മുമ്പിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഈ ഗേറ്റിലാണ് വിസിറ്റേഴ്സ് പവലിയൻ. അപ്പോൾ ഈ ഒരു ഗേറ്റ് മാത്രമാണ് വിസിറ്റേഴ്സിന് വേണ്ടിയിട്ട് എൻട്രി എല്ലാ ദിവസവും ഉള്ളത്. ഇപ്പോൾ നോർമലി ഒരു മാച്ച് ഡേക്ക് 24 hours അല്ലെങ്കിൽ 48 hours മുമ്പേ വിസിറ്റേഴ്സ് എൻട്രി നിർത്തി വയ്ക്കും, സെക്യൂരിറ്റി ഇഷ്യൂസ് ഉള്ള കാരണം. അപ്പോൾ അല്ലാത്ത എല്ലാ ദിവസങ്ങളിലും ഇതേപോലെ സ്റ്റേഡിയത്തിനകത്തേക്ക് ഈ വിസിറ്റേഴ്സ് പവലിയനിൽ കൂടി എൻട്രി ഉണ്ട്. ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് വേ ടു വിസിറ്റേഴ്സ് സ്റ്റാൻഡ് എന്ന് പറഞ്ഞിട്ട്. നമ്മളകത്ത് കയറിയിട്ട് റൈറ്റിലേക്ക് പോകുമ്പോൾ അവിടെ വാഷ്റൂം ഫെസിലിറ്റി ഉണ്ട്. നമുക്ക് വിസിറ്റേഴ്സിനും അത് യൂസ് ചെയ്യാം. ഇത് ആക്ച്വലി ഒരു ഇൻ്റർനാഷണൽ ക്രിക്കറ്റ് സ്റ്റേഡിയമാണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട പല മാച്ചുകളും നടന്ന ഒരു സ്റ്റേഡിയം കൂടിയാണിത്. ഹിമാചൽ പ്രദേശിലെ കാംഗ്ര ഡിസ്ട്രിക്റ്റിലത്തെ ധരംശാലയിലാണ് ഹിമാചൽ പ്രദേശ് ക്രിക്കറ്റ് അസോസിയേഷൻ്റെ ഇത്രയും ബ്യൂട്ടിഫുള്ളായ ഒരു സ്റ്റേഡിയം സ്ഥിതി ചെയ്യുന്നത്. നമ്മൾ കുറച്ച് സ്റ്റെപ്സൊക്കെ കയറി മുകളിലോട്ട് ചെല്ലുമ്പോഴാണ് നമുക്ക് അത്രയും ഈ സ്റ്റേഡിയത്തിൻ്റെ ഭംഗി മുഴുവനായിട്ട് ആസ്വദിക്കാൻ പറ്റുന്നത്. ഇപ്പോൾ ഹനി ആദ്യമായിട്ടൊരു ക്രിക്കറ്റ് സ്റ്റേഡിയം കാണുന്നതിൻ്റെ എക്സൈറ്റ്മെൻറ്റ് ഹനിക്കുണ്ട്. നമ്മൾ ഹനി ഇതേ ഓടി പോകുന്നുണ്ട് കാണാൻ വേണ്ടി. അപ്പോൾ ഓൾറെഡി നമ്മൾ ചെല്ലുമ്പോഴത്തേക്ക് അവിടെ കുറച്ച് വിസിറ്റേഴ്സ് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറയണമെന്നുണ്ടെങ്കിൽ മോർണിംഗിൽ, അതായത് 9 മണിക്ക് ഇത് തുറക്കുമ്പോൾ തന്നെയും അതേപോലെ ഈവനിങ്ങിലുമാണ് ഈ സ്റ്റേഡിയത്തിൻ്റെ ഭംഗി നമുക്ക് അത്രയും അതിൻ്റെ ഫുള്ളസ്റ്റായിട്ട് ആസ്വദിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതാണ് ക്രിക്കറ്റ് സ്റ്റേഡിയം. ഇപ്പോൾ പുറകിൽ കാണുന്നതാണ് നമ്മൾ നേരത്തെ ടീ ഗാർഡനിൽ നിന്ന് കണ്ട സെയിം ദാലുദാർ മൗണ്ടെയിൻ റേഞ്ച്. അതാണ് ഈ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിനെ ഇത്രയും ഭംഗിയുള്ളതാക്കി മാറ്റുന്നത്. അപ്പോൾ ഇവിടെ ഈ വിസിറ്റേഴ്സ് പവലിയൻ്റെ തൊട്ടപ്പുറത്ത് ഉള്ള പവലിയനിലേക്ക് ഒരു ബാരിയർ ഉണ്ട്. അപ്പോൾ ഞങ്ങളവിടെ ചെല്ലുമ്പോൾ കുറച്ച് പേര് പ്രാക്ടീസൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും ഇത് എത്ര ബ്യൂട്ടിഫുള്ളായിട്ടാണ് ഈ സ്റ്റേഡിയം ഉണ്ടാക്കിയിരിക്കുന്നതെന്ന്. അപ്പോൾ ആക്ച്വലി ഈ ഹിമാചൽ പ്രദേശ് ക്രിക്കറ്റ് അസോസിയേഷൻ്റെ ഐഡിയ എന്താണെന്ന് വെച്ചാൽ ആദ്യം ഷിംലയിൽ ക്രിക്കറ്റ് സ്റ്റേഡിയം ഉണ്ടാക്കാൻ വേണ്ടിയായിരുന്നു. പിന്നെ അവിടെ നിന്ന് ആർമി എന്നുള്ള ഒബ്ലിഗേഷൻ കാരണമാണ്, അത് ആക്ച്വലി ഷിംല ഒരു ആർമി കൻറ്റോൺമെൻറ്റാണ്. അപ്പോൾ അവരുടെ ഒബ്ലിഗേഷൻ കാരണമാണ് സ്റ്റേഡിയം പിന്നീട് ധരംശാലയിൽ നിർമ്മിച്ചത്. ഞങ്ങൾ ആ സ്റ്റേഡിയത്തിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് കുറച്ച് സമയം അവിടുത്തെ പവലിയനിൽ ഇരിക്കുകയൊക്കെ ചെയ്തു. ഇപ്പോൾ നമുക്ക് എപ്പോഴും കിട്ടുന്ന ഭാഗ്യമല്ലല്ലോ അത്. ഇപ്പോൾ ഇവിടെ റീസെൻ്റായിട്ട് ഞങ്ങൾ പോകുന്നതിന് കുറച്ച് മുമ്പ്, അതായത് 2025 ഡിസംബർ 14 ഒരു ഇൻ്റർനാഷണൽ മാച്ച്, അതായത് ഇന്ത്യ സൗത്ത് ആഫ്രിക്ക മാച്ച് നടന്നിട്ടുണ്ടായിരുന്നു. 2023 ക്രിക്കറ്റ് വേൾഡ് കപ്പിൽ 5 മാച്ച്
ഈ ധരംശാല ക്രിക്കറ്റ് സ്റ്റേഡിയം ഹോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് ഇന്ത്യ ന്യൂസിലാൻഡ് മാച്ചും കൂടി ഉൾപ്പെടുന്നു. നല്ല വിൻ്ററിൽ വരികയാണെന്നുണ്ടെങ്കിൽ കാണാൻ കുറച്ചും കൂടി ഭംഗിയുണ്ടാവും. ഇതിപ്പോൾ ഈ മലകൾ ഒന്നും അങ്ങനെ മഞ്ഞ് മൂടിയിട്ടൊന്നുമില്ലല്ലോ. അപ്പോൾ കുറച്ചും കൂടി ഡിസംബർ ലാസ്റ്റ് ജനുവരി ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ മലകൾ മുഴുവൻ മഞ്ഞ് മൂടിയിരിക്കും. അപ്പോൾ കാണുമ്പോഴാണ് കുറച്ചും കൂടി ഭംഗി എന്നാണ് നേരത്തെ കണ്ടിട്ടുള്ളവർ ഞങ്ങളുടെ അടുത്ത് പറഞ്ഞത്. പക്ഷേ ഇപ്പോൾ ഞങ്ങൾക്ക് ഇങ്ങനെ കാണുമ്പോൾ തന്നെ നല്ല ഭംഗിയായിട്ടാണ് തോന്നുന്നത്. HPCA വെൽക്കംസ് ടു എന്ന് എഴുതിയ സ്ഥലത്ത് അല്ലേ, അതിൽ കൂടെ പ്ലേസ് ഇറങ്ങി വരെ അവരുടെ ഡ്രസ്സിങ് റൂം ആയിരിക്കും അതൊക്കെ അല്ലേ. സമുദ്രനിരപ്പിൽ നിന്ന് 1457 മീറ്റർ മുകളിലായിട്ടാണ് ഈ ധരംശാല ക്രിക്കറ്റ് സ്റ്റേഡിയം സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ തൊട്ടടുത്തുള്ള എയർപോർട്ട് എന്ന് പറയുന്നത് ഒരു കാംഗ്ര ഡൊമസ്റ്റിക് എയർപോർട്ടാണ്. അത് ഇവിടുന്ന് 8 കിലോമീറ്റർ, അതായത് സ്റ്റേഡിയത്തിൽ നിന്ന് 8 കിലോമീറ്ററാണ് എയർപോർട്ടിലേക്കുള്ള ദൂരം. ഈ സ്റ്റേഡിയത്തിനെ കുറിച്ചുള്ള ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ സ്റ്റേഡിയത്തിൽ ആദ്യമായിട്ടൊരു മാച്ച് കളിച്ച ഇൻ്റർനാഷണൽ ടീം എന്ന് പറയുന്നത് പാകിസ്ഥാനാണ്. 2005 ഇന്ത്യ എ ടീമുമായിട്ട് ഒരു വാമപ്പ് മാച്ച് അവർ കളിച്ചിരുന്നു. ആദ്യത്തെ വൺ ഡേ ഇൻ്റർനാഷണൽ നടന്നത് 2013 ജനുവരി 27 ഇന്ത്യയും ഇംഗ്ലണ്ടും തമ്മിലാണ്. ഞങ്ങൾ സ്റ്റേഡിയം ഒക്കെ കണ്ടു കഴിഞ്ഞാൽ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് പുറത്തേക്ക് ഇറങ്ങി വരികയാണ്. ഹനി കുറച്ച് സമയം അവിടെ ഗേറ്റിൽ കളിക്കുകയൊക്കെ ചെയ്തു. ഹനിക്ക് ഇവിടെ ഇതൊക്കെ കണ്ടപ്പോൾ കുറച്ച് സന്തോഷമായി. ഇതിൻ്റെ ഭംഗിയൊക്കെ കണ്ട് അവിടെ എൻജോയ് ചെയ്ത് നിൽക്കുമായിരുന്നു. ആദ്യത്തെ ടെസ്റ്റ് മത്സരം നടന്നത് ഇന്ത്യ ഓസ്ട്രേലിയയും തമ്മിൽ 2017 മാർച്ച് 25 മുതൽ 29 വരെയാണ്. ആ മാച്ചിൽ ഇന്ത്യ ജയിച്ചു. പക്ഷേ ആദ്യത്തെ വൺ ഡേ ഇൻ്റർനാഷണലിൽ ഇംഗ്ലണ്ടാണ് ജയിച്ചത്. നിങ്ങൾക്ക് അറിയാവുന്ന പോലെ തന്നെ ധാരാളം IPL മത്സരങ്ങൾ ഇവിടെ നടക്കാറുണ്ട്. അപ്പോൾ അതിൽ തന്നെ IPL ആദ്യമായിട്ട് ഒരു സെഞ്ചുറി ഇവിടെ സ്കോർ ചെയ്തത് ആഡം ഗിൽക്രിസ്റ്റ് ആണ്. 2016 ICC വേൾഡ് 2020 ചാമ്പ്യൻഷിപ്പിലത്തെ കുറച്ച് മത്സരങ്ങളും ഈ സ്റ്റേഡിയത്തിൽ നടന്നുണ്ട്. ആയിരിക്കും ആ നെറ്റ്സാ തോന്നല്ലേ, നെറ്റ്സ് ആണ് പ്രാക്ടീസിന് വേണ്ടിയിട്ട്. ഇവിടെ ആൾക്കാർ കൂലിയൊക്കെ ഒന്ന് പ്രാക്ടീസ് ചെയ്യും മാച്ചിന് മുമ്പേ. ഞങ്ങളങ്ങനെ നടന്ന് തിരിച്ച് പാർക്കിങ്ങിലെത്തിയപ്പോൾ ടാക്സി വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ്. ഇപ്പോൾ ഇവിടെ നിന്ന് നോക്കുമ്പോഴും നമുക്ക് ആ ദല്ലുദൂർ മൗണ്ടെയിൻ റേഞ്ചിൻ്റെ ഭംഗി ഇവിടെ നിന്ന് തന്നെ ആസ്വദിക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഞാൻ ഓർക്കുകയും ചെയ്തു കുറച്ച് മഞ്ഞും കൂടി വീണുണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടി ഭംഗി ഉണ്ടാവുമായിരുന്നു കാണാൻ. അവിടെ നിന്ന് ഞങ്ങൾ നേരെ വന്നത് 3.4 കിലോമീറ്റർ ദൂരത്തിലുള്ള കാംഗ്ര ആർട്ട് മ്യൂസിയത്തിലേക്കാണ്. അപ്പോൾ നമ്മൾ തിരിച്ച് മക്ലോഡ്ഗഞ്ചിന് പോകുന്ന വഴി തന്നെയാണിത്. അപ്പോൾ ഇത് കാംഗ്ര ഡിസ്ട്രിക്റ്റിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് പറഞ്ഞല്ലോ. ധരംശാല സ്ഥിതി ചെയ്യുന്നത് കാംഗ്ര ഡിസ്ട്രിക്റ്റിലാണ്. അപ്പോൾ ഈ കാംഗ്ര ഡിസ്ട്രിക്റ്റിലത്തെ ലോക്കലായിട്ടുള്ള ആർട്ടിൻ്റെയും അവരുടെ കൾച്ചറിൻ്റെയൊക്കെ ഒരു ഡെപ്പിക്ഷനാണ് നമുക്ക് ഈ മ്യൂസിയത്തിൽ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇവിടെ 50 രൂപ എൻട്രി ഫീസ് ഉണ്ട്. പിന്നെ അതിൻ്റെ അകത്തേക്ക് ഫോട്ടോഗ്രാഫി വീഡിയോഗ്രാഫി ഒക്കെ റെസ്ട്രിക്റ്റഡ് ആണ്. പിന്നെ ഞങ്ങൾ സ്പെഷ്യൽ പെർമിഷൻ വാങ്ങിച്ച് കുറച്ച് മാത്രം ഷൂട്ട് ചെയ്തതാണ്. ഇപ്പോൾ അത് ഈ കാംഗ്ര സ്ഥലത്തുള്ള നേരത്തെ എക്സ്കവേഷനിൽ കിട്ടിയ അവരുടെ ട്രഡീഷണലായ ഡ്രസ്സും ആർട്ടിഫാക്ട്സും പിന്നെ അവിടുത്തെ പെയിൻറ്റിങ്സും ഒക്കെയാണ് ഈ മ്യൂസിയത്തിൽ പ്രിസർവ് ചെയ്ത് വെച്ചിരിക്കുന്നത്. 2 നിലകളിലായിട്ടാണ് ഈ മ്യൂസിയം. നിങ്ങളൊരു ഹിസ്റ്ററി എന്തൂസിയാസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഈ മ്യൂസിയം വിസിറ്റ് ചെയ്യുന്നത് ഒരു വളരെ ഇൻട്രസ്റ്റിംഗ് ആയ കാര്യമായിരിക്കും. പിന്നെ ഇതിൻ്റെ കുറച്ച് വേറെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഫ്ലോറും റൂഫും ഒക്കെ മരത്തിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. തണുപ്പിനെ പ്രതിരോധിക്കാനായിട്ട് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തിരിക്കുന്നത് തോന്നുന്നത്. ഇവിടെ എൻട്രി ഫീസിൻ്റെയും അതേപോലെ ഫോട്ടോഗ്രാഫിയുടെ ചാർജസിനെ കുറിച്ചൊക്കെ വ്യക്തമായിട്ട് ഈ ബോർഡിൽ ഡെപ്പിക്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ നമുക്ക് മ്യൂസിയത്തിൽ നിന്ന് പുറത്തിറങ്ങി ലെഫ്റ്റ് സൈഡിലേക്ക് പുറകിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് നമുക്ക് ഈ ധരംശാലേൻ്റെ കുറച്ച് ഭാഗങ്ങളും അതേപോലെ ധോലുധാർ മൗണ്ടെയിൻ റേഞ്ചിൻ്റെ ഭംഗിയൊക്കെ നന്നായിട്ട് ആസ്വദിക്കാൻ പറ്റും. അതേപോലെ തന്നെ ഈ സൈഡിൽ ഇവിടെ ഒരു ബുദ്ധൻ്റെ പ്രതിമയുണ്ട് ധ്യാനത്തിലിരിക്കുന്ന. മ്യൂസിയത്തിൻ്റെ ഓപ്പണിംഗ് ടൈം എന്ന് പറയുന്നത് രാവിലെ 10 മണി മുതൽ വൈകിട്ട് 5 മണി വരെയാണ്. മൺഡേയ്സിലും അതേപോലെ നാഷണൽ ഹോളിഡേയ്സിലും മ്യൂസിയം അവധിയാണ്. അപ്പം നമ്മൾ അത് കാണാൻ വരുമ്പോൾ ഇതൊക്കെ മനസ്സിൽ വെച്ചിട്ട് വേണം വരാൻ വേണ്ടി. ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, ഇതാണ് നമ്മൾ കാംഗ്ര മ്യൂസിയത്തിൻ്റെ ബാക്ക് സൈഡിൽ നിന്ന് നോക്കുമ്പോൾ ഉള്ള കാഴ്ച. ധോലുധാർ മൗണ്ടെയിൻ റേഞ്ചിൻ്റെ ഭംഗി മുഴുവനായിട്ട് നമുക്ക് ഇവിടെ നിന്ന് ആസ്വദിക്കാൻ പറ്റും. അതേപോലെ തന്നെ ഇവിടെ വെൽ മെയിൻറ്റൈൻഡ് ആയിട്ടുള്ള ഒരു കുഞ്ഞു ഗാർഡനും ഉണ്ട്. ഇതിപ്പോൾ നല്ല വിൻ്റർ ആയതുകൊണ്ട് തന്നെ പൂക്കളൊന്നും അത്ര കൂടുതലില്ല, എന്നാലും പക്ഷെ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് വൈറ്റ് റോസ്, റെഡ് റോസ് അതൊക്കെ നല്ല ഭംഗിയായിട്ട് ഇവിടെ നട്ട് പരിപാലിക്കുന്നത് നമുക്ക് കാണാം. സൂപ്പർ വ്യൂ.
ഗുലാബി സാരി ഇല്ല കുഞ്ഞ് വേഗം കളിച്ചോ. മ്യൂസിയത്തിൽ നിന്ന് ഞങ്ങൾ നേരെ മക്ലോഡ്ഗഞ്ച് പോവാണ് ദലൈലാമ ടെമ്പിൾ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ധരംശാലയിൽ ഞങ്ങൾ ഇത്രമാത്രമേ എക്സ്പ്ലോർ ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. പ്രധാനമായിട്ടും എനിക്ക് ആണെങ്കിൽ ഹിമാചൽ പ്രദേശ് ക്രിക്കറ്റ് അസോസിയേഷൻ്റെ നമ്മളിപ്പോൾ കണ്ട സ്റ്റേഡിയം കാണണമെന്നായിരുന്നു ആഗ്രഹം. അപ്പോൾ ഇനി നമ്മൾ മക്ലോഡ്ഗഞ്ചിലേക്ക്. അപ്പോൾ ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ ധരംശാലയിൽ നിന്ന് ടാറ്റ ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു റോപ്പ് വേ ഉണ്ട്, ധരംശാല സ്കൈവേസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ആ റോപ്പ് വേയിൽ കയറുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ നേരെ ദലൈലാമ ടെമ്പിളിൻ്റെ മുമ്പിലത്തെ സ്റ്റേഷനിൽ ചെന്നിറങ്ങാം. പക്ഷേ അതിൻ്റെ വഴിയിൽ കൂടെയുള്ള യാത്രയുടെ ഭംഗിയും അതേപോലെ തന്നെ അതിൻ്റെ വഴിയിലൊരു ഫോർട്ടുണ്ട് കാടിൻ്റെ നടുക്ക്, അതായത് ദേവദാരു മരങ്ങളുടെ നടുക്ക്. പിന്നെ ഒരു എക്കോ പാർക്കും ഉണ്ട് അതിൻ്റെ ഓപ്പോസിറ്റായിട്ട്. അപ്പോൾ അത് രണ്ടും നമുക്ക് കാണാൻ സാധിക്കില്ല. പിന്നെ പോകുന്ന വഴിയിൽ നദി വ്യൂ പോയിൻ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു വ്യൂ പോയിൻറ്റും ഉണ്ട്. പിന്നെ 650 രൂപയാണ് ഈ റോപ്പ് വേൻ്റെ ചാർജായിട്ട് വരുന്നത്. അപ്പോൾ പിന്നെ ഞങ്ങൾ അതുകൊണ്ട് തന്നെ റോപ്പ് വേ ഒഴിവാക്കി കാറിൽ തന്നെ മക്ലോഡ്ഗഞ്ചിലേക്ക് പോവാണ്. ഇനി മക്ലോഡ്ഗഞ്ചിലത്തെ കാഴ്ചകളൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.